സമരം പിൻവലിച്ചില്ലെങ്കിൽ ജോലിയിൽ നിന്നും പിരിച്ചുവിടുമെന്ന സർക്കാരിന്റെ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങില്ലെന്ന് ആശാവർക്കർമാർ പറയുന്നു. സമരം പിൻവലിക്കില്ലെന്നും സർക്കാരിന്റെ കണ്ണ് തുറക്കും വരെ സമരം തുടരുമെന്നും അവർ വ്യക്തമാക്കി. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാവർക്കർമാരുടെ സമരം 17 ദിവസം പിന്നിടുന്നു. പക്ഷേ സർക്കാർ ഇതിനോട് മുഖം തിരിച്ചു നിൽക്കുന്ന നിലപാടാണ് ഇപ്പോഴും സ്വീകരിക്കുന്നത്. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം ഒരു വിചിത്ര ഉത്തരവ് വന്നു. അതായത് തിരികെ ജോലിയിൽ കയറിയില്ലെങ്കിൽ പിരിച്ചുവിടുമെന്നാണ് സർക്കാരിൻ്റെ ഭീഷണി. പ്രധാനമായും തൊഴിലിന് വേണ്ടി, തൊഴിൽ സംരക്ഷണത്തിന് വേണ്ടി സമരം ചെയ്ത ഒരു പാർട്ടിയും ആ പാർട്ടി നേതൃത്വം നൽകുന്ന സർക്കാരും കേരളം ഭരിക്കുമ്പോഴാണ് ഈ പാവപ്പെട്ട അമ്മമാരോട്, ആശാവർക്കർമാരോട്, തൊഴിലാളികളോട് ഇങ്ങനൊരു സമീപനം സർക്കാർ കാണിക്കുന്നത്. ഇപ്പോൾ തിരികെ ജോലിയിൽ കയറിയില്ലെങ്കിൽ പിരിച്ചുവിടുമെന്നൊക്കെ സർക്കാർ പറയുന്നുണ്ട്. എന്താണ് അത്? ഒരു ഭീഷണി മാത്രമാണ്. അങ്ങനെ പിരിച്ചുവിടാൻ സാധിക്കില്ല. കാരണം കേരളത്തിലെ ആശാവർക്കർമാർ കഴിഞ്ഞ 17 വർഷമായി പ്രവർത്തിക്കുമ്പോൾ ഇതിനിടയിൽ സർക്കാർ തന്നെ, ആരോഗ്യ വകുപ്പ് തന്നെ നൽകിയിരിക്കുന്ന 9 മൊഡ്യൂളുകളുടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ട്രെയിനിങ് ലഭിച്ച ആളുകളാണ്. ആരോഗ്യ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും പോയി ചെയ്യാൻ പറ്റുന്നൊരു പ്രവർത്തനമല്ല. അപ്പം 3 മാസത്തെ വേതന കുടിശ്ശിക ആവശ്യപ്പെട്ടിട്ട് ഇപ്പോൾ 2 മാസത്തെ ഓണററിയാണ് വന്നിരിക്കുന്നത്. ഇൻസെൻറ്റീവ് വന്നിട്ടേ ഇല്ല. അപ്പോൾ ഈ രീതിയിൽ ജോലി ചെയ്തതിൻ്റെ കൂലി ചോദിച്ചാൽ തരുന്നില്ല. എന്നിട്ട് പറയുകയാണ് നിങ്ങളെ പിരിച്ചു വിട്ടിട്ട് ഞങ്ങൾ വേറെ ആളുകളെ എടുക്കുന്നു. അങ്ങനെ വഴിയെ പോകുന്ന ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രവർത്തനമേ അല്ല ഈ ആശാവർക്കർമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സർക്കാർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും ആശാവർക്കർമാരെ ഒന്ന് ഭീഷണിപ്പെടുത്താനും വേണ്ടിയിട്ടാണ് ഈ ഓർഡർ. ഈ ഓർഡറിനെ ഞങ്ങൾ പൂർണ്ണമായും തള്ളിക്കളയാണ്. 17ാം ദിവസത്തിലേക്ക് എത്തുമ്പോൾ ഒരുപാട് പേർ ഇങ്ങോട്ടേക്ക് അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എത്തുന്നുണ്ട്. ഒപ്പം തന്നെ നോക്കിക്കഴിഞ്ഞാൽ സമരപ്പന്തലിൽ ഇപ്പോഴും ആളുകളുണ്ട്. എവിടുന്നാ ചേച്ചി? എവിടുന്നാ? ഞാൻ കോട്ടയം GH നിന്ന് വരുന്നതാണ്. ഞങ്ങളെ പിരിച്ചുവിടണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ പിരിച്ചുവിടാനായിട്ട് ഞങ്ങളുടെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ സർക്കുലർ ഇന്നലെ ഇറക്കിയിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഒരു സർക്കുലറിനകത്ത് ഞങ്ങളെ ഈ ട്രെയിനിങ് തന്നത് പിന്നെ എന്തിനായിരുന്നു? ട്രെയിനിങ് തരാതെ ഇങ്ങനെ വഴിയെ പോകുന്നവരെ എടുത്തു വിടാനായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ആദ്യം ട്രെയിനിങ് തരണ്ടായിരുന്നല്ലോ. അപ്പം ഞങ്ങളെ ഇങ്ങനെ തന്നതുകൊണ്ട് ഞങ്ങൾക്കിത് കിട്ടുന്നവരെ ഞങ്ങൾ ഇവിടുന്ന് പോകത്തില്ല. ഞങ്ങളുടെ പുറകിൽ ജനങ്ങളുണ്ട്. ജനങ്ങൾ ഉള്ളിടത്തോളം കാലം ഞങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞങ്ങളെ അറിയാവുന്നതുകൊണ്ട്, ഇത്ര വർഷത്തെ പരിചയമുള്ളതുകൊണ്ടും ഞങ്ങളുടെ നാട്ടുകാർക്ക് ഞങ്ങൾ അത്ര പ്രിയപ്പെട്ടവരായതുകൊണ്ടും ഞങ്ങൾ പോകുന്ന പോലെ മറ്റാര് പോയാലും നടക്കില്ല. ആ ഒരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്. എത്ര ദിവസമായിട്ട് ഇവിടെ ഉണ്ട്? ഞാനിപ്പം 4 ദിവസം വന്നുള്ളൂ. പക്ഷേ എൻ്റെ സഹോദരങ്ങളെല്ലാവരും 17 ദിവസമായിട്ട് എങ്ങനെയെങ്കിലും ഈ സർക്കാർ ഞങ്ങളുടെ വേറെ ഒരാളെ ശമ്പളത്തിന് നിർത്തി എടുക്കുന്നതിലും ഭേദമല്ലേ ഞങ്ങളുടെ കാര്യങ്ങൾ കേട്ട് അറിഞ്ഞ് അതിനൊരു പരിഹാരം കാണുമല്ലേ ഇവർ ചെയ്യേണ്ടത്. അത് ചെയ്യാൻ കനിവുണ്ടാകണമെന്ന് അപേക്ഷിക്കുകയാണ്.